ഇന്ത്യ മഹാരാജ്യമെന്നും ഭാരതമെന്നും ഒക്കെ നാം വിളിക്കുന്ന നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം പൂർത്തിയാവുകയാണ്. 79ാം സ്വാതന്ത്ര്യ ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ നേതാക്കളെ അനുസ്മരിക്കുകയാണ്. പ്രഥമത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ വലിയ നേതാക്കള് പടപൊരുതിയ ആ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം, അഥവാ അറിയേണ്ടതാണ്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യ നേതാക്കളെ സ്മരിച്ച് നന്ദിപൂർവ്വം നമ്മൾ അവരോടൊപ്പമായിരിക്കുകയാണ്. അവർ നൽകിയ പൈതൃകം, സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാരുടെയും കടമയാണ്. നമ്മെ നയിക്കുന്നവർ തീർച്ചയായിട്ടും ആ കടമ നിർവഹിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവരാ. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ലല്ലോ, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാംസ്കാരിക സ്വാതന്ത്ര്യം. സാംസ്കാരിക സ്വാതന്ത്ര്യത്തിലാണ് മതസ്വാതന്ത്ര്യം, ഭാഷാ സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉൾക്കൊള്ളുന്നു. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടും. സ്വാതന്ത്ര്യം എവിടെ നിഷേധിക്കപ്പെടുന്നുവോ അവിടെ സംഘർഷങ്ങളുണ്ടാകും, സംഘടനകളുണ്ടാകാം, അതുപോലെ തന്നെ അസമാധാനം വിളയാകും. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യം എല്ലാ തലങ്ങളിലും സംരക്ഷിക്കുവാനുള്ള ഒരു താല്പര്യവും ഒരു കരുതലുമാണ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഇറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിതാന്ത ജാഗ്രത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യം ലഭിച്ചു ജീവിക്കുന്ന നമ്മുടെ രാജ്യം പൊതുവിൽ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരുടെ ഒരു രാജ്യമാണ്. ആ സമാധാനമാണ് മഹാത്മാഗാന്ധി നമുക്ക് കാട്ടിത്തന്ന അഹിംസാ മാർഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴങ്ങനെയുള്ള ആ സമാധാനം സംരക്ഷിക്കപ്പെടുവാൻ നാം എല്ലാവരും കരുതലോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സമാധാനത്തിന്റെ നിലപാടാണ് നമ്മൾ എടുക്കാതെ ഉള്ളത് എന്ന് വരികിലും നമ്മളും അസമാധാനം വിതയ്ക്കുന്ന യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിനു മുമ്പായിട്ട് ഇന്ത്യ ചൈന യുദ്ധം, പിന്നീട് കാർഗിൽ യുദ്ധം ഒക്കെയുള്ള ആ യുദ്ധങ്ങളുടെ ഒരു പരമ്പര നമുക്ക് ഉണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് ഭാരതത്തിൽ ചൈനയോടുള്ള യുദ്ധത്തിലാണ്. ലഡാക്കിന്റെ ഒരു ഭാഗം ഇപ്പോഴും ആ രാജ്യത്തിന്റെ അധീനതയിലാണ്. പാകിസ്ഥാനോടുള്ള യുദ്ധത്തിൽ കാശ്മീരിന്റെ ഒരു ഭാഗവും അവരുടെ അധീനതയിലാണ്. ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള അവസരമല്ല ഇതെന്ന് വരികിലും സമാധാനത്തിന് നമ്മൾ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള വസ്തുത നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സമാധാനം നമ്മളെ സ്ഥാപിക്കേണ്ടത് നമ്മുടെ പൗരന്മാരുടെ ജീവിതത്തിലാണ്. ഈ ലോകത്തിലെ, ഈ രാജ്യത്തിലെ എല്ലാ ആളുകളും സന്തോഷത്തോടും സമാധാനത്തോടും കൊണ്ട് ജീവിക്കത്തക്ക രീതിയിൽ എല്ലാവർക്കും അർഹമായ സ്വാതന്ത്ര്യം അതാത് സന്ദർഭങ്ങളിൽ അവർക്ക് ലഭിക്കുവാൻ നാം ഇടയാക്കണം. അതുകൊണ്ട് സ്വാതന്ത്ര്യം നിഹനിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒന്നായി ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാരെന്നുള്ള നിലയിൽ നാം സംഘടിച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. അടുത്ത കാലത്തും അങ്ങനെയൊക്കെ നാം സംസാരിച്ചുവല്ലോ, പ്രവർത്തിച്ചുവല്ലോ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുകയാണ്. ഈ ദേശീയ പതാകയും നമുക്ക് നൽകുന്നത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം. ഈ സന്ദേശം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഒന്ന് ഓർക്കുക, രാജ്യത്തിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ
നേതാക്കന്മാരുടേതായ ആ സവിശേഷ സേവനം എന്താണെന്ന് കൂടി നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. നേതൃത്വം എപ്പോഴും നയിക്കാനുള്ളതാണ്, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനുള്ളതാണ്. ആ നന്മയിലേക്ക് അവരെ നയിക്കുവാൻ ആവശ്യകമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധവും സ്വയം ആത്മസമർപ്പണവും അവർക്കുണ്ടാകണം. ഗാന്ധിജിക്കുണ്ടായിരുന്നത് അതാണ്. സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് രാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കാൻ രാഷ്ട്ര നേതാക്കൾക്ക് കഴിയണം. അതുപോലെ തന്നെ സമൂഹത്തിലെ ഓരോരോ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും കഴിയണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നേതൃത്വം സമൂഹത്തിന് ഫലപ്രദമായ രീതിയിൽ പരിണമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകുക. എപ്പോഴെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ക്ലേശങ്ങളും സഹനങ്ങളും ഉണ്ടാകുന്നുവോ അപ്പോഴാണ് നേതൃത്വത്തിന്റെ മാറ്റ് ഉരയ്ക്കപ്പെടുന്നത്. അത്തരം സന്ദർഭങ്ങളിലാണ് വാസ്തവത്തിൽ ജനങ്ങൾക്ക് ആവശ്യകമായിട്ടുള്ള നേതൃത്വം നൽകിക്കൊണ്ട് നേതൃത്വത്തിന്റെ ആ സവിശേഷത സമൂഹം മനസ്സിലാക്കത്തക്ക രീതിയിൽ നേതാക്കന്മാർ പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ നേതൃത്വം മനുഷ്യ സമൂഹത്തെ, ഈ രാജ്യത്തിലെ നിവാസികളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാർ ഈ രാജ്യം ഭരിക്കുന്നതിനും അങ്ങനെയുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്ര ഭരണത്തിലേക്കുമൊക്കെ അയക്കുവാനുള്ള ആ സിദ്ധാന്ത ജാഗ്രതയും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നത് ഭരണകർത്താക്കളിലൂടെ മാത്രമല്ല, ഭരണീയരിലൂടെയുമാണ്. ഭരണീയരാണ് സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാർ. കാരണം എവിടെ സ്വാതന്ത്ര്യം നിഹനിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ശബ്ദമുയർത്തുവാനും അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനും എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾ കരുപിടിക്കാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. സർവശക്തനായ ദൈവമാണ് മനുഷ്യ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തിലെയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഐശ്വര്യവും പ്രകൃതിയുടെയും അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളുടെയും സംവിധാനങ്ങൾ ഒരുക്കി തരുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ പരിപാലനത്തിൽ വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവരായ നമ്മൾ. അപ്പോൾ ആ പരിപാലനം നമ്മിലൂടെ ഈ രാജ്യത്തെ സംസ്ഥാപിതമാകുന്നതിന്, ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ നേതാക്കന്മാർ നമ്മൾ നയിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരെ ചേർത്ത് നിർത്താം. അവരുടേതായ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യാം. ഒരു ഇന്ത്യ എന്നുള്ള ആദർശത്തോടുകൂടി നാം ജീവിക്കുന്നു. ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അതുപോലെ തന്നെ മറ്റു വ്യത്യാസങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മാറി മാറി നിൽക്കാതെ പിന്നെയും ഒന്നിച്ച് ഒരേ ഇന്ത്യയിലെ പൗരന്മാരെന്നുള്ള നിലയിൽ നാം നിലകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഏത് സാഹചര്യത്തിലും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കൊന്നിച്ച് ചിന്തിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു.